നമസ്കാരം. ജാതകത്തിലെ ശുഭന്മാരെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. 5, 9 ഭാവങ്ങളാണ് ത്രികോണഭാവങ്ങൾ എന്ന് പറഞ്ഞുവല്ലോ. ഈ 5, 9 ഈ ഭാവത്തിൻ്റെ അധിപന്മാർ ശുഭന്മാരാണ്. എന്നാൽ കേന്ദ്രം എന്ന് പറയുന്നത് 1, 4, 7, 10 ആണല്ലോ. അതിൻ്റെ അധിപന്മാർ ശുഭഗ്രഹങ്ങളായാൽ അവർ ദോഷഫലം ചെയ്യുന്നു. ശുഭഗ്രഹങ്ങൾ കേന്ദ്രാധിപന്മാരായി വന്നാൽ പ്രതികൂല ഫലങ്ങൾ ചെയ്യുമെന്നാണ് നിയമം. അതിന് കേന്ദ്രാധിപത്യ ദോഷമെന്ന് പറയുന്നു. കേന്ദ്രാധിപനായ ശുഭഗ്രഹം ഏതു ഭാവത്തിൽ നിൽക്കുന്നുവോ ആ ഭാവത്തിന് പൊതുവെ ദോഷഫലങ്ങൾ ഉണ്ടാക്കും. എന്നാൽ പാപഗ്രഹങ്ങൾ കേന്ദ്രാധിപന്മാരായാൽ അവർ ശുഭന്മാരാകുന്നു. അതുപോലെ 2, 12 ഈ ഭാവനാഥന്മാർ ഏതെങ്കിലും സൗമ്യനോട് ചേർന്ന് നിൽക്കുകയോ തനിയെ സൗമ്യഗ്രഹത്തിൻ്റെ രാശിയിൽ നിൽക്കുകയോ ചെയ്താൽ അവരും ജാതകന് അനുകൂലികളായി വർത്തിക്കും. ഒരു ജാതകത്തിലെ 8, 12 ഭാവങ്ങളെ ദുസ്ഥാനങ്ങൾ എന്ന് പറയുന്നു. ആ ഭാവനാഥന്മാർ പ്രായേണ പ്രതികൂലികളായിരിക്കേയുള്ളൂ. ഇക്കൂട്ടത്തിൽ 12ാം ഭാവാധിപൻ സൗമ്യനോട് ചേരുകയോ തനിച്ചു സൗമ്യഭാവത്തിൽ നിൽക്കുകയോ ചെയ്താൽ അനുകൂലിയായി ഭവിക്കും. അതുപോലെ 8ാം ഭാവനാഥൻ ലഗ്നാധിപനും കൂടിയാണെങ്കിൽ ആ ഗ്രഹവും ജാതകന് ഭാഗ്യഫലങ്ങൾ തന്നെ ചെയ്യും. ഉദാഹരണത്തിന് ഒരാൾ മേടം രാശിയിൽ ജനിച്ചുവെന്ന് വിചാരിക്കുക. മേടലഗ്നത്തിന് അഷ്ടമം 8ാം ഭാവം വൃശ്ചികമാണല്ലോ. വൃശ്ചിക രാശിക്ക് അധിപൻ ചൊവ്വയാകുന്നു. പക്ഷേ ഈ അഷ്ടമാധിപൻ തന്നെ മേടരാശിനാഥനാകിയാൽ ലഗ്നാധിപനായും ഭവിക്കുന്നു. ആക്രമത്തിന് ഈ ജാതകന് കുജൻ അനുകൂല ഗ്രഹമായിത്തീരുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.